നഷ്ടപ്പെട്ടു പോയ സ്വർണം ഉൾപ്പെടെയെല്ലാം തിരിച്ചെടുക്കാനും സാധിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. ആരെയാണോ പുറത്തു കൊണ്ടുവരേണ്ടത് എല്ലാവരെയും പുറത്തു കൊണ്ടുവരട്ടെ. ആർക്കും ഒരു സംരക്ഷണവും ഗവൺമെന്റും ഇല്ല, ഞങ്ങളും ഇല്ല. അതിന് മുമ്പേയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതും വരട്ടെ. അല്ല, ഇനിയും ഒരുപാട് സംഭവങ്ങൾ ആർക്ക് അതിന്റെ ഉത്തരവാദിത്തത്തിലെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴല്ലേ ഇത് പുറത്തു വന്നത്. ആദ്യം പീഡത്തെ പറ്റിയല്ലേ പറഞ്ഞിരുന്നത്. ആദ്യം പീഡത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പീഡം നഷ്ടപ്പെട്ടു എന്നാണ് ആദ്യം പറഞ്ഞത്. അത് പിന്നീട് ഈ ഉണ്ണികൃഷ്ണ പോറ്റി തന്നെ കിട്ടിയല്ലോ. അപ്പോൾ അത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കലക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വരുന്നതിനെ കണ്ടുപിടിക്കുക, കർശനമായ നിലപാട് സ്വീകരിക്കുക. അതല്ലേ ഗവൺമെന്റ് ഉത്തരവാദിത്വം. ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കും ഗവൺമെന്റ്. ഉന്നയിക്കട്ടെ. ആരോപണം ഉന്നയിക്കുന്നതിന് ആർക്കാ സ്വാതന്ത്ര്യം ഇല്ലാത്തത്? ഇത് എങ്ങനെയുള്ള നീക്കം? അല്ല, കാലാവധി ദീർഘിപ്പിച്ചില്ലല്ലോ. ദീർഘിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചില്ലല്ലോ ഇപ്പം. അപ്പോൾ തന്നെ കാലാവധി ദീർഘിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഞങ്ങളുടെ ഇടപെടേണ്ട കാര്യമില്ല. ഷാഫി പറമ്പലിന് അല്ല, എങ്ങനെയാണെന്ന് അവർ പറഞ്ഞത്? അല്ല, അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സംഘർഷത്തിലേക്ക് പോകുമ്പോൾ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതാദ്യമായിട്ടാണ് നടക്കുന്നതാണോ കേരളത്തിലെ സംഘർഷം? ബോംബും അതുപോലെ തന്നെ സ്ഫോടന വസ്തുക്കളും എല്ലാം കൂടി കൊണ്ടുപോയിട്ട് പോലീസിന് നേരെ കടന്നാക്രമിക്കുന്ന സന്ദർഭം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് ഉണ്ടാകുക എന്ന് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. അതിൽ ഞാനിപ്പോൾ ഏതിനെങ്കിലും ന്യായീകരിക്കാനോ ഏതിനെങ്കിലും എതിർക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ബോംബും കല്ലും വടിയും ഒക്കെ ആയിട്ട് പോലീസുമായി സംഘർഷത്തിന് പുറപ്പെട്ടാൽ ആ സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസിനെ കടന്നാക്രമിക്കുന്ന നിലയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നു. സർക്കാരും കോടതിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചു. അയ്യപ്പന്റെ ഒരു സ്വത്ത് പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അതിന്റെ ഭാഗമായുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഏറ്റവും ഒടുവിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അടക്കം എന്ന് വി ഗോവിന്ദൻ വിശദീകരിക്കുന്നു. ഇടതുപക്ഷം വിശ്വാസ സമൂഹത്തിനൊപ്പമാണ്. അത് UDF-നും RSS-നും മതവർഗീയവാദികൾക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.